ഹലോ, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും എന്നാണ് വിശേഷം? സുഖമൊക്കെയാണ്. മിക്കവാറും വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ? ഞാനും വീട്ടിലായിരിക്കുന്നത് കേട്ടോ. പുറത്തോട്ടൊക്കെ പോക്കൊക്കെ വളരെ കുറവാണ്. കൊറോണ കാരണം സാരമില്ല. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് നോക്കാം. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, നമ്മൾ കുറേ നാളായി ഡിസൈനിങ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. അതുകൊണ്ട് ഇന്ന് ഡിസൈനിങ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ആരി വർക്ക് ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചത്. സോ നിങ്ങൾക്കറിയാമോ ആരി വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? മിക്കവർക്കും അറിയില്ലായിരിക്കും. ചിലർക്കൊക്കെ ചെയ്താൽ കിട്ടത്തില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭായിമാർക്കൊക്കെ ഇത് ചെയ്യാൻ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. വേറൊന്നും കൊണ്ടല്ല, അവർ അവരുടെ ചൈൽഡ്ഹുഡ് തൊട്ടേ അവരതിന് ട്രെയിൻ ചെയ്യുന്നത്. കൈത്തൊഴിലായിട്ട് പഠിച്ചു വരുന്നൊരു സാധനമാണ് ഈ ഹാൻഡ് എംബ്രോയിഡറി അല്ലെങ്കിൽ ആരി വർക്ക് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് ചെയ്യാൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. സോ നമ്മളും ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ നമുക്കും ഫാസ്റ്റായിട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ തുടക്കമല്ലേ, അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ചെറിയ സ്ലോ മെഷേഴ്സൊക്കെ ഉണ്ടാവും. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരും, സാരമില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആരി വർക്ക് നമുക്ക് ചെയ്യാം. അതിന് മുമ്പേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മിക്കവരും വീഡിയോ കാണുന്നത്, എനിക്കൊന്ന് വീഡിയോയിൽ 50% പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതാണ്. സോ നമുക്ക് ആരി വർക്കിലേക്ക് കിടക്കാം. സോ ഇതൊക്കെയാണ് നമ്മൾ ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ. ഒരു ഫ്രെയിം വേണം. ഇത്രയും വലുത് വേണമെന്നൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഇത്രയും വലുതുള്ളത് കൊണ്ട് ഞാനങ്ങ് എടുത്തതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ളൊരു ഫ്രെയിം വേണം. ഫ്രെയിമിൽ നമ്മുടെ തുണി നല്ല ടൈറ്റാക്കി ഇതിൻ്റെ അകത്ത് ഫ്രെയിമിൻ്റെ അകത്ത് വെക്കണം. പിന്നെ നമുക്ക് ആരി വർക്കിൻ്റെ നീഡിൽ വേണം. ആരി വർക്കിൻ്റെ നീഡിൽ ഇത് മാത്രമല്ല, പലതരത്തിലുള്ള നീഡിലുകളുണ്ട് ആരി വർക്കിന്. ഇതിപ്പം ഈ നമ്മുടെ ബീഡ് കയറ്റാൻ പറ്റിയ രീതിയിലുള്ള നീഡിലാണ്. ബീഡ്സ് ഇങ്ങനെ ഓരോന്ന് നമുക്ക് കണ്ടോ, ഓരോന്നും കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള നീഡിലാണ്. ഇതല്ലാണ്ട് സ്റ്റീലിൻ്റെ നീഡിലുണ്ട്, ത്രെഡ് മാത്രം യൂസ് ചെയ്ത് ചെയ്യുന്ന നീഡിലുണ്ട്. ഈ ബീഡ്സ് അല്ലാണ്ട് ത്രെഡ് മാത്രം യൂസ് ചെയ്ത് ചെയ്യുന്ന നീഡിലുണ്ട്. അങ്ങനെ ഒരു 3-4 ടൈപ്പ് നീഡിലുണ്ടെന്ന് തോന്നുന്നു ആരി വർക്കിൻ്റെ. സോ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് നീഡിലുണ്ട്. വുഡിൻ്റെ അല്ലാതെ ബാക്കി സ്റ്റീലിൻ്റെയും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഒരു നൂലെടുത്തിട്ടുണ്ട്. നൂല് നമുക്ക് ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നൂല്. പിന്നെ കുറച്ച് മുത്തുകൾ എടുത്തിട്ടുണ്ട് ഞാൻ. മുത്തുകൾ നമുക്ക് ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുത്ത് ഞാൻ എടുത്തു. മുത്ത് ഉപയോഗിച്ചും ത്രെഡ് ഉപയോഗിച്ചും ഒക്കെ ആരി വർക്ക് ചെയ്യാറുണ്ട്. സോ നമുക്ക് ബീഡ് ഉപയോഗിച്ച് ചെയ്യുന്നതിനെ പറ്റിയൊന്ന് നോക്കാം. സോ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും സാധനങ്ങളാണ് നമുക്കുള്ളത്. ആദ്യം തന്നെ കുറച്ച് ബീഡ് ഞാൻ ഈ സൂചിക്കകത്തോട്ട് കോർക്കുകയാണ്. സോ അപ്പോൾ ഇത്രയും ബീഡ് ഞാൻ കോർത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൂലിൻ്റെ അറ്റം ഭാഗം നമുക്കൊന്ന് കെട്ടിടണം. ഒരുവിധം ഇച്ചിരി വലിപ്പമുള്ളൊരു കെട്ടിടണം. അപ്പം ഞാൻ നൂലിൻ്റെ അറ്റം ഭാഗം ഒന്ന് ഒരു വിധം വലിപ്പമുള്ള, കാരണം ഈ ക്ലോത്തിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി പോരാൻ പറ്റാത്ത രീതിയിലൊരു നല്ലൊരു കെട്ടും കൂടെ ഇടണം. നമ്മളിനി ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ നീഡിലിൻ്റെ അകത്ത് നമ്മൾ മുത്ത് കോർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ത്രെഡിൻ്റെ അറ്റത്ത് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ അറ്റം തായി ഇങ്ങനെ ആക്കി ഇങ്ങനെ പിടിക്കുക. നമ്മുടെ ഈ ഫിംഗറിൻ്റെ അകത്തൂടെ പിടിക്കുക. അപ്പം എങ്ങനെ നമ്മൾ താഴേക്കാണ് പിടിക്കുക. ഇപ്പം നമ്മുടെ ഈ തുണിയുടെ താഴെ ഇങ്ങനെ ആയിരിക്കും പിടിക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചോണ്ടല്ലോ, തുണിയുടെ മുകളിൽ കൂടെയുള്ള കാര്യമാണ് ഞാൻ കാണിക്കുന്നത്. മുകളിൽ കൂടെ ആ തുണിയിൽ ലോക്ക് ഇട്ടിട്ട് തുണി കൂടെ കുത്തി നമ്മൾ ഈ ലോക്കില്ലേ ഇതിങ്ങനെ ഈ തുണിയുടെ മുകളിൽ കൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രോസസ്സ് താഴെ വരുന്നത്. അപ്പോൾ സംഭവം ഞാൻ കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെച്ച് ഞാൻ ഈ ക്ലോത്തിൻ്റെ താഴെ കൂടെ കൊടുക്കുകയാണ്. സോ അപ്പോൾ ക്ലോത്തിൻ്റെ താഴെ വെച്ചു. ഇനി നമ്മുടെ നീഡിലെടുത്തു ഒന്ന് കുത്തി അകത്തോട്ട് കുത്തി ലോക്കാക്കി, നമ്മുടെ താഴെയുള്ള ത്രെഡുമായിട്ട് ലോക്കാക്കി. എന്നിട്ട് ഇങ്ങോട്ട് ഈ തുണിയിലെത്തുമ്പോൾ ഒരു ചെറിയ ട്വിസ്റ്റ് കൊടുക്കാം. അന്നേരം ആ സാധനം നൈസായിട്ട് കയറിപ്പോകുന്നു. ഇപ്പം ഇത് ലോക്കാണ്, കണ്ടോ? ഇതിങ്ങനെ ലോക്കായി നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു ബീഡ് അങ്ങോട്ട് കയറ്റി, പിന്നെയും നമ്മൾ ഇങ്ങനെ കുത്തി, പിന്നെ ആ ലോക്കിൽ കൂടെ എടുത്തു.
കണ്ടോ? നെക്സ്റ്റ് നമ്മളെടുത്തു, അടുത്തത് കുത്തി. ഇപ്പം ആണ്, ഇതിപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ് ചെയ്തത്. ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുള്ളതൊക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് ഇത് ലോക്ക്, ഇത് ഇപ്പം നമ്മൾ ഇങ്ങനെ വിട്ടാൽ അഴിഞ്ഞു പോരും. അതിന് വേണ്ടി നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്നും കൂടെ കുത്തി. നമ്മൾ ബീഡ് ഇട്ടില്ല അല്ലേ, ഒന്ന് ബീഡ് ഇടാതാണ് ചെയ്യുന്നത്. നമ്മൾ ഒന്നും കൂടെ കുത്തിയെടുത്തു. കുത്തിയെടുത്തിട്ട് ഇതൊന്ന് രണ്ടായിട്ട് ചുറ്റി, മറ്റേ 2-3 പ്രാവശ്യം ചുറ്റിയിട്ടുണ്ടല്ലോ. ഈ നമ്മൾ ആദ്യം ഒരു ലോക്കിട്ട്, ആദ്യം നമ്മൾ എടുത്ത ത്രെഡില്ലേ, ആ ത്രെഡിൻ്റെ ലോക്ക് എടുക്കുക. എന്നിട്ട് ആ ത്രെഡിൻ്റെ ലോക്ക് എടുത്തിട്ട് ഒന്ന് വലിക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ലോക്കായി. പിന്നെ വലിച്ചാലും പോരത്തില്ല, നല്ല ഫിക്സ്ഡായിട്ട് ഇരുന്നോളും. ഓക്കെ, വലിച്ചാലും പോരത്തില്ല. ഒരെണ്ണം ചെയ്ത് അതിന് അടുത്തടുത്ത് ചെയ്തില്ലേ. ഇപ്പം നമ്മൾ ഒരെണ്ണം കുത്തിയെടുത്തു, ഒരു ബീഡ് ഞാൻ ഇട്ടു. എന്നിട്ട് ഇങ്ങനെ എടുത്ത് ഈ ത്രെഡ് ഇവിടെ നിൽക്കുകയാണ്. കണ്ടല്ലോ? ഇപ്പം ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ബീഡിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കൊടുത്ത് ഒന്ന് ചുറ്റുവാണെങ്കിൽ, ചുറ്റുവാണെങ്കിൽ ഈ ബീഡ് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിന്നോളും. കണ്ടോ? അതേപോലെ എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് മാറ്റി അടുത്ത ബീഡ് അടുത്ത് ഇതേപോലെ തന്നെ ചെയ്യാം. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോവാം. ഇതാണ് രണ്ട് തരത്തിലുള്ള നമ്മുടെ ആരി വർക്കിനെ, രണ്ട് തരത്തിലുള്ള ആരി വർക്ക് അടുപ്പിച്ചുള്ള ചെയ്യുന്നതും ഈ അകത്തിയുള്ള ചെയ്യുന്നതുമാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾ ആരി വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ അകത്തോട്ട് കുത്തി തിരിച്ചെടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. കുത്തി തിരിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. തിരിച്ച് കുത്തി, കണ്ടോ? അല്ലാതെ ട്വിസ്റ്റ് ചെയ്തില്ലേ അതവിടെ ലോക്കായി നിൽക്കുക. അപ്പോൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പിടുത്തം മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ആ തുണിയിലെത്തുമ്പോൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ സാധനം കയറി വരും. ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത് വന്നു ഒന്ന് കുത്തി തിരിച്ചെടുക്കുമ്പോഴത്തേക്കും ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കണ്ടോ? ഇങ്ങനെ നമുക്ക് ആരി വർക്ക് ട്വിസ്റ്റ് ചെയ്തെടുത്ത് പോകാവുന്നതാണ്. അപ്പം നമ്മൾ ലോക്ക് ചെയ്തില്ലേ ഇതേപോലെ ഇതെല്ലാം ഊരിപ്പോരും. അപ്പം ലോക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെയാണ് ആരി വർക്ക് ചെയ്യുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ ആരി വർക്ക് ചെയ്ത എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി ഡിസൈൻസ് എല്ലാം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്.
സോ അത് ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ആരി വർക്ക് നീഡിൽ എല്ലായിടത്തും അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഈ നീഡിൽ ഇറക്കി ഈ നീഡിൽ നമ്മൾ ക്ലോത്തിലോട്ട് ഇറക്കി അത് തിരിച്ച് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്ന ആ സംഭവത്തിലാണ് ഇതിൻ്റെ ട്രിക്ക് ഇരിക്കുന്നത്. അതൊന്ന് കൈവഴക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സാധനം ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കിട്ടത്തില്ല കേട്ടോ, നല്ല പാടാണ്. പക്ഷേ ആ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു വിധം അതിൻ്റെ ഒരു ഐഡിയ ഒക്കെ കിട്ടും. സോ അപ്പോൾ ആദ്യം തന്നെ അത് ഡ്രോപ്പ് ചെയ്യരുത്, നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മുന്നോട്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, കുറേ പേര് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. സോ അതേപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതാണ്. കീപ് സപ്പോർട്ടിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു മാറ്ററുമായിട്ട് കാണാം. ടിൽ ദെൻ ദിസ് യെസ് കുപ്പിച്ചില്ല സൈനിങ് ഓഫ്. താങ്ക് യു.